ഞാനൊരല്പം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന പ്രത്യാശയെക്കുറിച്ച് തന്നെയാണ്. എന്നാലും ചിലർക്കൊരു ശകലം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതെന്തായിരിക്കും ഇപ്പൊ നിങ്ങൾ വിചാരിക്കും. യഹൂദന്മാരുടെ ഇടയിൽ ഒരു കഥയുണ്ട്. നടന്ന കഥയാണോ എന്നറിയില്ല. ഈജിപ്തിൽ വെച്ച് പെസഹയുടെ രാത്രിയിൽ പെസഹ കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തം അവരുടെ പ്രധാന വാതിലിന്റെ കട്ടിളക്കാലിന്മേലും കുറുപടിമേലും പുരട്ടണം. അർദ്ധരാത്രിയിൽ സംഹാരദൂതൻ കടന്നു വരും. രക്തം കണ്ടാൽ ആ വീട് കടന്നു പോകും. പാസ് ഓവർ, അതാണ് പാസ് ഓവർ. ഒരു വീട്ടിലെ മൂത്ത മകനെ മരിക്കൂ. ഒരു വീട്ടിലെ അപ്പനെ ഊനമില്ലാത്ത ആടിന് 4 ദിവസം മുൻപ് തെരഞ്ഞു മാറ്റി നിർത്തി പെസഹയുടെ രാത്രി അതിനെ സന്ധ്യയ്ക്ക് അറുത്തു. രക്തം പുരട്ടുവാനായിട്ട് ആ വീട്ടിൽ അടിമകളുള്ള കാലമാണ്. ഏറ്റവും വിശ്വസ്തനായ അടിമയെ ഏൽപ്പിച്ചു. ഈ രക്തം നീ കൊണ്ടുപോയി കട്ടക്കാലിന്മേലും കുറുമ്പടിമേലും പറ്റണം. എന്നിട്ട് അവരെല്ലാം ആ പെസഹയുടെ ഇറച്ചിയൊക്കെ വേവിച്ച് കൈപ്പീരിയോടുകൂടെ ഭക്ഷിക്കാനുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് വീട്ടിലിരിക്കുമ്പോൾ മൂത്ത മകന്റെ മുഖത്ത് ഒരു സന്തോഷമില്ല, വളരെ അസ്വസ്ഥതയാണ്. അപ്പൊ ചോദിച്ചു, എന്താ നിന്റെ മുഖം സന്തോഷമില്ല? അപ്പ രക്തം പുരട്ടിയോ എന്ന് ചോദിച്ചു. കാരണം സമയം അടുത്ത് വരികയാണ്. രക്തം പുരട്ടിയില്ലെങ്കിൽ മരിക്കുന്നവനാണ്. പുരട്ടി ഏറ്റവും വിശ്വസ്തനായ ദാസനോട് തന്നെ ഞാൻ പറഞ്ഞു. ഒരു 11 മണിയായി. 15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ആ മ്ലാനത മാറുന്നില്ല. എന്താ മോനെ നീ മുഖത്ത് മ്ലാനത? അല്ലപ്പ പുരട്ടിയോ എന്ന് ചോദിച്ചു. ഇവിടെ പുരട്ടി, നീ എന്താ എന്റെ വാക്ക് വിശ്വസിക്കാത്തത്? ഒരു 11:45 ആയി. വാക്ക് തന്നെ ആവർത്തിച്ചു. 11:50 മകൻ തന്നെ എഴുന്നേറ്റ് വാതിൽ തുറന്നു ചെന്നപ്പോ രക്തം താഴെ ഇരിപ്പിട്ട് പുരട്ടിയിട്ടില്ല. വിശ്വസ്തനായ ദാസനത് പറ്റാനായിട്ട് പോയപ്പോ വീട്ടിൽ അമ്മ വേറെ ഏതോ ആവശ്യത്തിന് കിച്ചണിലേക്ക് വിളിച്ചു. അത് വെച്ചു വാ ചെയ്തിട്ട് പിന്നെ അത് ചില സമയമുണ്ടല്ലോ, അതവന് ചെയ്യാൻ സാധിക്കും. അപ്പൊ പിന്നെ അവൻ പെട്ടെന്നെടുത്ത് അതെല്ലാം പുരട്ടി സന്തോഷമായി വന്ന് ഇരുന്നു. പെസഹയെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല, പെസഹ കുഞ്ഞാട് വേണം, അതിനെ അറുക്കണമെന്നറിയാഞ്ഞത് കൊണ്ടല്ല, അതിന്റെ രക്തം പുരട്ടണമെന്നറിയാഞ്ഞത് കൊണ്ടല്ല, വീട്ടിലെ ഏറ്റവും അത് ഏൽപ്പിച്ച ദാസൻ അവിശ്വസ്തനായതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഇതുവരെയുള്ളവന്റെ ജീവിതത്തിൽ അവൻ അവിശ്വസ്തനായത്. പിന്നെ എന്താ എവിടെയാ തെറ്റുപറ്റിപ്പോയത്? ചെയ്യേണ്ടത് ചെയ്തില്ല. ഒബീഡിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോ അവൻ സമാധാനത്തോട് അപ്പന്റെ വാക്ക് കേട്ട് വീട്ടിലിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അന്ന് രാത്രി ആ ഭവനത്തിൽ വലിയൊരു കരച്ചില് ഉണ്ടായി. അത് സംഭവിച്ചു കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചത്? എന്റെ ദൈവമേ, ഞങ്ങളോട് എന്താ ഇങ്ങനെ ചെയ്തത് എന്നും പറഞ്ഞ് എന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ സാധനം ഒഴിയും. കർത്താവ് ഇങ്ങനെ പോകുമ്പോൾ പറയും, അവരെ നല്ല ഉദ്ദേശത്തിൽ കാടിനെ അറുത്ത വീടാണ്, രക്തം തന്നെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പാസ് ഓവർ ഈ വീട്ടില് ചെയ്തേക്കാം. അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല കർത്താവ്. അങ്ങനെ കർത്താവ് ചെയ്യും. നാം ചെയ്യേണ്ടതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ ന്യായവിധി ദിവസത്തിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഉത്തരങ്ങൾ നന്നായിട്ട് എഴുതിയിട്ട് ഹോൾ ടിക്കറ്റിൽ നമ്പർ എഴുതാതെ മറന്നുപോയ സ്റ്റുഡൻസ് ഉണ്ട്. ആൻസർ ബുക്ക് എടുത്ത് കൊടുക്കും. ജയിക്കുമോ? ജയിക്കുകയില്ല. ഉത്തരം എല്ലാം നല്ലതാ, 100ൽ 100 മാർക്ക് കൊണ്ട്. പക്ഷെ ആരുടെയാണെന്നറിയില്ല. നിയമം അനുസരിച്ച് ആദ്യം എഴുതേണ്ടത് എന്താണ്? ഹോൾ നമ്പറാണ്, ഹോൾ ടിക്കറ്റ് നമ്പറാണ് ആദ്യം എഴുതേണ്ടത്. എഴുതിയില്ല. ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ ഷീറ്റുകളൊക്കെയാണ്. എന്തുകൊണ്ടാണ് അതിൽ മാർക്ക് ചെയ്യേണ്ടത്? പെൻസിൽ കൊണ്ടല്ലേ. അതിപ്പോ പേനയാക്കിയോ? നേരത്തെ കാലത്ത് ബ്ലാക്ക് ഇങ്ക് മാത്രമേ ഉപയോഗിക്കാൻ ഒക്കൂ, അത് വേറൊന്നും ഉപയോഗിക്കാൻ. അപ്പൊ ബ്ലൂ ഇങ്ക് കൊണ്ടാണ് അത് ചെയ്തതെങ്കിൽ എത്ര ആൻസർ ശരിയാണെങ്കിലും കമ്പ്യൂട്ടർ വിൽ റിജക്റ്റ് ഇറ്റ്. അവിടെ ഒന്നും വിട്ടുവീഴ്ചയ്ക്ക് ഇല്ല. ഇപ്പോ പാലസ്തീനിൽ വലിയ ബഹളം നടക്കുക. വേദശാസ്ത്രപരമായി താല്പര്യമുള്ള ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ബ്രദറെ, ഇന്നിപ്പോ അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ബ്രദറിന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായം ചെയ്യുന്ന കാര്യങ്ങളൊന്നും മാറ്റില്ല, അത് വേറൊരു വശം. എങ്കിലും അവർക്ക് അറിയാൻ ആഗ്രഹം, അവിടെ എന്താ നടക്കുന്നത്, എന്താ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? അതൊന്നും വിഷയമല്ലാത്ത ആളുകളുണ്ട്. അവിടെ നടക്കുന്നത് എന്താണ്, എന്താണ് നമുക്ക് ഇവിടെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വേണം, അതുണ്ടോ വഴി ചിന്തിക്കുന്ന ആളുകളുണ്ട്. ജോലി ചെയ്യണം, നമ്മുടെ കാര്യം നോക്കണം, അതൊക്കെ നോക്കിക്കോ. പക്ഷെ നിങ്ങൾ ഈ നോക്കിയ കാര്യങ്ങളൊന്നും അർത്ഥശൂന്യമായി തീരുന്ന ഒരു ദിവസമുണ്ട്. അപ്പൊ നിങ്ങൾ പറയും, അയ്യോ, അല്പസമയം എടുത്തെങ്കില്
ഇപ്പൊ പാലസ്തീനിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് എന്നോട് ചോദിക്കുന്ന ആളുകള് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇപ്പൊ ആ ചോദ്യം ചോദിക്കുകയാണ്, വല്ല ബ്രദറെ എന്താ അവിടെ നടക്കുന്നത്? അവിടെ നടക്കുന്ന പൊരിഞ്ഞ യുദ്ധമാണ്. ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുക, കുഞ്ഞുങ്ങളും സ്ത്രീകളും ചെറുപ്പട്ടികളും പ്രായമുള്ളവരും ഒക്കെ കൊല്ലപ്പെടും. പക്ഷെ ഈ സംഭവങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തും? പ്രവാചക പ്രസംഗികളുടെ കാലമായത്. നോക്കിയാലും ഇന്റർനെറ്റ് നോക്കിയാലും എവിടെയായാലും അതേ ഉള്ളൂ. എല്ലാവർക്കും പറയാനുള്ള സമയമാണ്. ശരിയായാലും തെറ്റായാലും. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഇരുമ്പ് പടുത്തിരിക്കുമ്പോഴല്ലേ കൂടെ കൊണ്ട് അടിക്കേണ്ടത് എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴവരെല്ലാം അടിക്കുകയാണ്. എന്റെ അഭിപ്രായം ഞാൻ പറയാം. എനിക്ക് പ്രത്യേക വെളിപ്പാടുള്ള ആളൊന്നുമല്ല, ഇത് പ്രവചനം പഠിക്കുന്ന ആളാണ്. ഇപ്പോൾ അവിടെ നടക്കുന്നതായിരിക്കുന്ന കാര്യങ്ങള് കർത്താവിന്റെ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവിന്റെ വരവിന് ശേഷം, സഭയെടുത്തതിന് ശേഷം നടക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങളുടെ തയ്യാറെടുപ്പാണ്. ഇസ്രായേൽ ജനതയ്ക്ക് എതിരെ ലോകത്തിലുള്ള സകല രാജ്യങ്ങളും തിരിയണം. വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെയാണ്. രാജ്യം പോലും ഇല്ലാതിരിയണം. അപ്പോ ഇസ്രായേൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ അങ്ങനെ തിരികെയാണ്. ഇത്ര രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെയാണ് ഇപ്പോഴും. അമേരിക്ക പോലും തിരിഞ്ഞു തുടങ്ങി. വെസ്റ്റ് ബാങ്ക് വിട്ടുകൊടുക്കണമെന്നും ഇനി ഹമാസിനെ കൊല്ലുന്ന നിർത്തണമെന്നും ഒക്കെ അവരും പറഞ്ഞു തുടങ്ങി. മറ്റു രാജ്യങ്ങളും ചെറിയ ഇസ്രായേൽ കേൾക്കാൻ പോകുന്നില്ല. ഇസ്രായേൽ തുടരും, നന്നായിട്ട് അടിക്കും, എല്ലാത്തിനെയും തകർക്കും. തകർത്ത് കഴിയുമ്പോഴത്തേക്ക് ലോകം മുഴുവനും ഇസ്രായേലിനെതിരെ ലോകം മുഴുവൻ തിരിയുമ്പോൾ പിന്നെ അവർ പറയുന്നത് എന്താണ്? സംഘടിതമായിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യണം, ബലമായിട്ട് പിടിച്ചെടുക്കണം, യഹൂദനെ രാജ്യത്ത് നിന്ന് ഓടിക്കണം. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങളുടെ പാലായനം ശബത്ത് നാളിലോ വിന്ററിലോ ആകാതിരിക്കാൻ ഇസ്രായേൽ അവിടെ നിന്ന് ഓടും, ആ രാജ്യം വിട്ട് ഓടാൻ പോകും. അങ്ങ് മരുഭൂമിയിലേക്കോ അവിടെ ഇവിടെയൊക്കെ പോയി ഓടാൻ പോകും. അതിനുള്ളതായിരിക്കുന്ന ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ ലോകരാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ തിരിയുമ്പോഴാണ് ഈ യുദ്ധം. പക്ഷേ ഇസ്രായേൽ ഇട്ട് കൊടുക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസവും കൊല്ലുകയാണ്. ഒരു മധ്യസ്ഥം വരും, നമുക്ക് ഈ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാം. മുസ്ലിമിനെ ഇസ്രായേലിനെ എല്ലാം കൊണ്ടുപോയി നമുക്ക് പറഞ്ഞു തീർക്കാം. നമ്മൾ എത്ര കാലം ഇങ്ങനെ കൊന്നു പോകും. അപ്പോ അങ്ങനെ ഒരു റൗണ്ട് ടേബിളിലേക്ക് അവർ വരുമെന്ന് പറഞ്ഞാൽ രാജ്യങ്ങളെല്ലാം വലിയ തയ്യാറാ. കാരണം അവരെതിരാണെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും കാര്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇസ്രായേൽ വരാൻ കാരണം എന്താണ്? അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം വളരെയധികമായി. എല്ലാവരും കൂടെ എതിരായിട്ട് വന്നാൽ എന്ത് ചെയ്യും? ഏതായാലും ഞാൻ വിചാരിക്കുന്നു ഒരു മധ്യസ്ഥൻ വരും. ആ മധ്യസ്ഥനായിരിക്കും എതിർക്രിസ്തു. എതിർക്രിസ്തു ആണ് എന്ന പേരിലൊന്നും അല്ല വരുന്നത്, ഒരു മധ്യസ്ഥനായിട്ടാണ് വരുന്നത്. വളരെ സ്വാധീനമുള്ള ഒരു മധ്യസ്ഥൻ. ആ മനുഷ്യൻ വരും. വന്നു കഴിഞ്ഞാൽ മേശയ്ക്ക് ചുറ്റും ഇരിക്കും, അവിടെ ചർച്ച ചെയ്യും. ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന വ്യവസ്ഥ, ഞങ്ങളുടെ ദൈവാലയം പണിയാൻ ഞങ്ങളെ ഈ രാജ്യം അത് അനുവദിക്കാമെങ്കിൽ വെസ്റ്റ് ബാങ്കോ മറ്റു സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ വിട്ടത്. അവസാനം അങ്ങനെ ഒരു തീരുമാനത്തിൽ വന്നിട്ട് ആ മധ്യസ്ഥന്റെ മധ്യസ്ഥതയിൽ ദൈവാലയത്തിന്റെ പണി പൂർത്തിയാകും. ഇസ്രായേലിന് ഒരുപാട് ഓയിലുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓയിലുള്ള രാജ്യം ഇസ്രായേലാണെന്നാണ് പറയുന്നത്. അവർ ഇതുവരെ അവരുടെ ഓയിൽ എടുക്കാൻ തുടങ്ങി. അവരെടുക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ഇത്രയും ഓയിലുണ്ടെന്ന് കണ്ടാൽ റഷ്യയും ഒക്കെ ഉടനെ അവിടെ പുറപ്പെടും യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കാൻ. പക്ഷേ ഈ രാജ്യങ്ങളെ യുദ്ധം ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ എന്തിനെന്ന് ചോദിച്ചാൽ, അവരുടെ അറബിയുടെ ഓയിലെല്ലാം തീരും, അവർക്ക് നിലനിൽക്കാൻ കഴിയാതെ വരും. ഇസ്രായേൽ ഓയിലുണ്ടെന്ന് കണ്ടെത്തും. അപ്പോ ഓയിൽ ഞങ്ങൾക്ക് തന്ന് സഹായിക്കണം. ഈ സന്ധിയുടെ ഒരു കണ്ടീഷൻ അതാണ്, ഓയിൽ തന്ന് സഹായിക്കാം, ഞങ്ങൾക്ക് ദൈവാലയം പണിയാൻ അനുവാദം. പക്ഷെ അവർക്ക് ഓയിൽ കൊടുക്കുമ്പോൾ യൂറോപ്യൻകാര്, ഇതിൽ യൂറോപ്യൻ കാര്യമായിട്ട് വന്നിട്ടില്ല. കാരണം ജർമ്മനിയും ഫ്രാൻസും ഇറ്റലിയും ഇങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇസ്രായേലിന് അനുകൂലമായിപ്പോഴേ. അപ്പോ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെയുള്ള പട്ടാളമാണ് യൂഫ്രട്ടീസ് നദി അങ്ങനെ പറ്റിയിട്ട് അവരെല്ലാം കൂടെ വരുന്നത്, വലിയ സംഘമായിട്ടാണ് വരുന്നത്. വന്നിട്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിന്റെ ഓയിൽ ഞങ്ങൾക്ക് വേണം എന്ന് ഇവരെല്ലാം പറഞ്ഞു വരുമ്പോ ഈ യൂറോപ്യൻകാർ പിണങ്ങും. യൂറോപ്പിൽ നിന്നാണ് എതിർക്രിസ്തു വരുന്നത്, ഈ മധ്യസ്ഥൻ വരുന്നത്. അപ്പൊ അവർ മധ്യസ്ഥനെ പറയും, ഞങ്ങൾ ഇതിനെ കൊന്നുകളയുമെന്ന് പറയും. നീ ഞങ്ങളുടെ ആളായിട്ട് നീ ഓയിലെല്ലാം കരാറിൻ പ്രകാരം റഷ്യക്കും അറിവുകൾക്ക് കൊടുക്കാൻ നീ തീരുമാനിച്ചല്ലേ, സാധിക്കില്ല. അതുകൊണ്ട് നീ ആ കരാർ റദ്ദാക്കണമെന്ന് പറയും. റദ്ദാക്കിയെങ്കിലേ റദ്ദാക്കണം. എന്ത് ചെയ്യും? എല്ലാവരും ഒപ്പിട്ടതല്ലേ. ഇവന്റെ പ്രതിമ കൊണ്ട് ദൈവാലയത്തിനകത്ത് സ്ഥാപിക്കും. ഇവന്റെ പ്രതിമ കൊണ്ട് സ്ഥാപിച്ചിട്ട് പറയുന്നത് തന്നെ ആരാധിക്കണമെന്ന് പറയും. അപ്പോ ഇസ്രായേൽ ഇവനെതിരെ തിരി.
അവിടെയാണ് പീഡനം ആരംഭിക്കുന്നത്, പിന്നെ ഓടിപ്പോകും. അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷനാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പോ ഇസ്രയേലി ദൈവാലയം പണിയുന്നതിന് മുൻപോ അല്ലെങ്കിൽ എതിർ ക്രിസ്തു വെളിപ്പെട്ട് ദൈവാലയത്തിൽ അവന്റെ വിഗ്രഹം വെക്കുന്നതിന് മുൻപ് സഭയുടെ ഉൾപ്രാപണം ഉണ്ടാകും. പീഡനത്തിന് എന്ന് പറയുന്നത് ആരംഭിക്കുന്നതിന് മുമ്പ് സഭ പോകും. അതിപ്പോ പോകണമെന്നൊന്നുമില്ല, ഇപ്പൊ പോവാം, ഇന്ന് രാത്രി പോവാം, ഏത് സമയത്ത് പോവാം. സഭ പോകാൻ സഭ ഉൾപ്രാപണത്തിന് ലക്ഷണങ്ങളൊന്നും ആവശ്യമില്ല, സൈനൊന്നുമില്ല. അപ്പൊ ഞാൻ പറയാനായിട്ട് പോകുന്നത് ഈ പ്രവചനം പഠിപ്പിക്കാനല്ല പോകുന്നത്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഉൾപ്രാവണം താമസിയാതെ സംഭവിച്ചാൽ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും, എന്റെ സ്ഥിതി എന്തായിരിക്കും? അതാണ് വിഷയം. നിങ്ങൾക്ക് വിഷയമല്ലേ? ചില വർഷങ്ങളോട് ഇങ്ങനെ നിൽക്കും. അപ്പൊ ഈ വർഷങ്ങളിലെല്ലാം നമ്മൾ കാച്ചയും ചേനയും ചെമ്പും ഒക്കെ നട്ടു, വീട് വെച്ചു, പശുവിനെ വളർത്തി, ആടിനെ വളർത്തി, കോഴിയെ വളർത്തി, പിള്ളേരെ പഠിപ്പിച്ചു, എഞ്ചിനീയേഴ്സ് ആക്കി, ഡോക്ടേഴ്സ് ആക്കി, കല്യാണങ്ങളൊക്കെ നടക്കണം, അതൊക്കെ സ്ഥാപിച്ച് നടക്കും, ഇതൊക്കെ നടക്കും, സന്തോഷമായിട്ടിരിക്കും. പക്ഷെ കർത്താവ് വരുമ്പോ കർത്താവ് ചോദിക്കുന്ന ചോദ്യങ്ങള്, നീ ചേന നട്ടോ, ചേമ്പ് നട്ടോ, വാഴ വെച്ചോ, അത് കർത്താവ് ചോദിക്കുമായിരിക്കും, നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണെങ്കിൽ. പക്ഷെ കർത്താവ് നമ്മുടെ ജീവിതത്തെ വിധിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ ചില വാക്യങ്ങൾ ഇങ്ങനെ വായിച്ച് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോകാം. ഇതൊരു വലിയ വിഷയമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയില്ല. എൻ്റെ വിഷയം കർത്താവിന്റെ വരവിനായി എങ്ങനെ ഒരുങ്ങുക, കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ്. കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എല്ലാം ഞാൻ പറയുന്നില്ല, പറയാനുള്ളതായിരിക്കുന്ന സമയം എനിക്കില്ല. അതുകൊണ്ടാണ് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാനായിട്ട് നാം ഒരുങ്ങിയിരിക്കേണ്ട ആവശ്യമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ? കർത്താവ് വേഗം വരാനായിട്ട് പോവുകയാണ്, വളരെ വേഗം വരാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഒരുക്കത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കും. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയാണ് വായിക്കേണ്ടത്. പക്ഷേ 5-ാം വാക്യം മാത്രം വായിക്കുക. ഇപ്പോ ഈ പൗലോസിനെയൊക്കെ വിധിച്ചു. പൗലോസ് പറഞ്ഞു, അതൊന്നും എനിക്കൊരു കാര്യമൊന്നുമല്ല, പൗലോസ് കള്ളനാണെന്ന് പറയുന്നവരുണ്ട്, കാശിന് വേണ്ടി ഇറങ്ങിയ, ശാപ്പാട്ടിട്ട് ഇറങ്ങിയ, ഒരുപാട് കാര്യങ്ങൾ പൗലോസിനുണ്ട്. അന്ന് എനിക്ക് വിഷയമല്ലെന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് വിധിച്ചാലും എനിക്കൊരു കാര്യമല്ല. കാരണം എന്താ? വിധിയുടെ ഒരു ദിവസം ഉണ്ട്. അന്ന് പൗലോസ് ഈ സുവിശേഷകർക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് അടിയിടിച്ചുകൊണ്ട് ഈ ലോകം കൊണ്ട് സഞ്ചരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ വിധിക്കുന്നുണ്ടല്ലോ. അത് നിങ്ങൾ വിധിച്ചോണ്ടിരുന്നു. പക്ഷെ അന്ന് കർത്താവ് വെളിപ്പെടുത്താൻ പോവുക വിധി ദിവസം. ഒന്നിപ്പോയി, ആഹാ പൗലോസ്, നീ ആത്മീയനാന്ന് അടിച്ചു കളഞ്ഞ ഇതിനു വേണ്ടിയല്ലേടാ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ പൗലോസിനോട് എന്ന് പറയും, നല്ലവൻ വിശ്വസ്തനുമായ ദാസനെ, നീ സുവിശേഷത്തിനും എന്റെ നാമത്തിനും വേണ്ടി ഞാൻ നിന്നെ വിളിച്ച ജോലിക്ക് വേണ്ടി വിശ്വസ്തമായി നീ ജോലി. അപ്പൊ പൗലോസ് പറയാണ്, ഇവരോട് പറയാണ്, എന്താണ് പറയുന്നത്? ആയാൽ, അതായത് എന്നെ വിധിക്കുന്ന കർത്താവാകുന്നു, നിങ്ങൾ എന്നെ വിധിക്കുന്നതെന്ന് എനിക്ക് വിഷയമല്ല. എന്നാൽ നിങ്ങളൊരു കാര്യം പറയാം, ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത്. കാരണം അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ഉപചരിക്കും. നിങ്ങളും പലരും വിധിക്കും, ഞാനും വിധിക്കും. ഇന്നലെ രാത്രി ഞാൻ ഒരു വിധി നടത്താനായിട്ട് പോയിരിക്കുന്നു. അല്ലെ ഒരു സഭയിൽ കേസ് എടുക്കാനായിട്ട് ഒരു രാത്രി 1 മണിയായപ്പോഴാണ് വന്നത്. ഒരു സഹോദരൻ തെറ്റ് ചെയ്തു എന്ന് മറ്റേ സഭ മുഴുവൻ പറയുന്നു, അല്ലെ പുറത്താക്കണമെന്ന്. അപ്പൊ അതങ്ങാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ആ സഹോദരനെ വിധിക്കാനായിട്ട് പോയി. ഞാനും പർവ്വത്തിന്റെ സഹോദരന്മാരോട് വിസ്തരിച്ച് വിധിച്ചിട്ട് അദ്ദേഹത്തിനെതിരെ ആരോപിച്ച ആരോപണങ്ങൾ 100% തെറ്റാണ്. യാതൊരു നടപടി ആ സഹോദരനെ എതിർക്കാൻ ഒരു കുറ്റവും ചെയ്തിട്ടുണ്ട്. അപ്പോ വിധിക്കുന്നു. നിങ്ങളും പലരും വിധിക്കുന്നത് അത് തെറ്റായി പോയി, സഹോദരൻ ചെയ്തിട്ടുണ്ട്, പറയാൻ പാടില്ലായിരുന്നു. ആ സഹോദരൻ ഇങ്ങനെയാണ്, അയാളെ കർത്താവിന്റെ വേലയൊന്നും ചെയ്യുന്നത്, അയാളിങ്ങനെ മരിക്കുന്ന കാശൊക്കെ വരുത്തി ഇങ്ങനെ സുഖമായിട്ട് ജീവിതം ഇതാണ് നടപടി. നിങ്ങളിങ്ങനെ വിധിക്കും. പൗലോസ് പറഞ്ഞ, വെറുതെ ചെന്ന് ബുദ്ധിമുട്ടി ചാടരുതേ, വെറുതെ ചെന്ന് ബുദ്ധിമുട്ടിൽ ചാടരുതേ. ഇതുവരെയുള്ളതായിരിക്കുന്ന വിധികളിൽ എന്തെല്ലാം വിധി അന്ന് പുറത്താകുമെന്നറിയാമോ? ഓരോരുത്തരെ പറ്റി, വിധിക്കുന്ന ഓരോരുത്തരെ പറ്റി. നമ്മൾക്കൊരു വിധിയുണ്ട് സഹോദര, വിധിയുണ്ട് സഹോദരിമാരെ, ഒരു വിധിയുണ്ട്. നാം മറ്റുള്ളവരെ എങ്ങനെയാണ് വിധിച്ചത് എന്നുള്ളത് സംബന്ധിച്ചൊരു വിധി വരും. 4-ാമത്തെ വാക്യത്തിലെ പൗലോസ് തന്നെ കുറിച്ച് പറയുന്നത്, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ല, അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല. ഒരു കുറ്റത്തെക്കുറിച്ച് പോലും പൗലോസിന്റെ മനസാക്ഷിയിൽ കുറ്റബോധമില്ല. വളരെ സൂക്ഷിച്ച് മാത്രം ജീവിച്ചൊരു അങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെ പറയാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. പൗലോസ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്ന് ചെറുക്കുരി കഴിക്കാൻ പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചിട്ട് ഒരു ദിവസം ജീവിക്കാൻ നോക്കുന്നില്ല. ഇനി ഒരു കുറ്റത്തെക്കുറിച്ചും നമ്മൾ അങ്ങനെ ജീവിക്കണം. കർത്താവിന്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, മറ്റുള്ളവരെ വിധിക്കാനും മറ്റുള്ളവരുടെ പ്രവർത്തികൾ ശരിയോ തെറ്റോ എന്ന് വിവേചിക്കാനും നാം വളരെ സൂക്ഷിക്കുക. വിവേചിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്.
എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടാകേണ്ട കഴിഞ്ഞ രാത്രി 7 മണിക്കൂർ ഞാനത് സംസാരിച്ചത്. ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്, സഭയുടെ ലീഡർഷിപ്പുള്ളവരുണ്ട്, സഭയിലെ വിശ്വാസികൾ ചെയ്യുന്നതായിരിക്കുന്ന വിഷയങ്ങൾ ചില സമയങ്ങളിൽ അവർക്ക് വിസ്തരിച്ചോ വിഭജിച്ചോ നിങ്ങൾ ആ വിധിക്ക് എങ്ങനെ കീഴ്പ്പെടും എന്നുള്ളത് നിങ്ങളെ വിധിക്കുന്ന ആളിൽ എങ്ങനെയാ വിധിക്കപ്പെടാൻ പോകുന്നത് അനുസരിച്ച്. അതുകൊണ്ട് നമുക്ക് വളരെ സൂക്ഷ്മതയോടെ ഇരിക്കാം. ഒരു വീട്ടിലാണെങ്കിൽ അപ്പനെ വിധിച്ചല്ലേ വെക്കുമോ? മക്കൾ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയോ തെറ്റോ എന്നപ്പം വിധിക്കണ്ടേ? എനിക്കതൊന്നും വിധിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു കരി മാച്ചെടുക്കും, മഞ്ചാരി കാണിച്ചും ഉപ്പ് മാച്ചെടുക്കും, ഭാര്യ താനത്ത് തിന്നിച്ച് ജീവിക്കോ ജീവിക്കാതിരിക്കുകയോ അങ്ങനെയല്ല അപ്പം പറയും. അങ്ങനെ പറയില്ലല്ലോ, ഇല്ല. പക്ഷെ അയൽക്കാരനെ കയറി വിധിക്കാൻ വന്നാലോ? അയൽക്കാരൻ കയറി വിധിക്കാൻ വന്നാൽ നമ്മൾ എന്താ പറയുക? നിനക്ക് നിന്റെ മക്കളെ നീ വിധിച്ചാൽ മതി, നിന്റെ വീട് നീ നോക്കിയാൽ മതി, എന്റെ വീട്ടിലെ കാര്യം നോക്കണ്ട എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ സംസാരം സംബന്ധിച്ച് നമ്മുടെ ഉദ്ദേശം, അന്ന് ഹൃദയത്തിലെ വിചാരങ്ങളെ വെളിപ്പെടുത്തുമെന്ന എന്തുദ്ദേശത്തിലാണ് നീ ആ വാക്ക് പറഞ്ഞത്? എല്ലാ ആളുകൾ ചിലപ്പോൾ ചില വാക്കുകൾ കല്ല് വെച്ചൊക്കെ പറയരുത്, പറഞ്ഞ ചെറിയ ചിരിയൊക്കെ ചിരിച്ചേ 4 പേര് കേൾക്കട്ടെ. അത് കർത്താവിനെ കുറിച്ച് വെച്ചു. ഇതെല്ലാം വിസ്താര ദിവസം വരാൻ പോവുകയാണ്. ഭയങ്കരമായി സൂക്ഷിച്ച് നമുക്ക് സംസാരിക്കാനുള്ള വരാൻ നോക്കൂ. സഹോദരന്മാരെ വിധിക്കുന്ന കാര്യത്തിൽ വളരെ സൂക്ഷിക്കണം. എത്ര ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ വിധിച്ചതിൽ, എത്ര ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ വിധിച്ചതിൽ കണക്ക് പറയേണ്ടത് വരും എന്നുള്ളത് അവിടുത്തെ രസം എന്ന് പറഞ്ഞു. എത്ര മക്കൾക്ക് അപ്പനെ വിധിച്ചതിൽ, എത്ര അപ്പന്മാർക്ക് മക്കളെ വിധിച്ചതിൽ അന്ന് കണക്ക് പറയേണ്ടതായിട്ട് വരും. വല്ലാത്തൊരു ദിവസമാണ് വരാൻ പോകുന്നത്. ഞാൻ വേറൊരു വേദഭാവം വായിക്കട്ടെ. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 11 12 വാക്യങ്ങൾ താഴോട്ട് വന്നിട്ട് എന്റെ 13 മുതൽ 15 വരെയോട് വായിച്ചു. 13-ാമത്തെ വാക്യത്തിൽ ആ ദിവസം അതിനെ വെളിവാക്കും. ഏതിനെ വെളിവാക്കും? ആ ദിവസം എന്ന് പറഞ്ഞാൽ ന്യായ ദിവസം. അതിനെ വെളിവാക്കും. ഏതിനാ? എങ്ങനെയാ പണി കഴിച്ച? ഇത് ഏറെ അധികം ബാധിക്കുന്നത് ഞങ്ങളെ പോലെയുള്ള പണിക്കാരെയാണ്. ഞങ്ങൾ സഭ പണിയാനായിട്ട് പൊന്നും വെള്ളിയും വിലയേറിയ കല്ലുമാണോ ഉപയോഗിച്ചത്, അതോ മരവും പുല്ലും വൈക്കോലുമാണ്? ആള് കൂട്ടാൻ വേണ്ടിയാ. നമുക്കറിയില്ലേ, ഇവിടെ ഒരു പന്തലിടാൻ പറഞ്ഞ് പന്തലിടാൻ പുല്ല് കൊണ്ട് പന്തലിടുന്നെങ്കിൽ എത്ര നേരം വേണം? സ്വർണം കൊണ്ട് പന്തലിടുന്ന എത്ര നേരം വേണം? ജീവിതകാലം മുഴുവൻ വിചാരിച്ചാൽ സ്വർണം കൊണ്ട് 2 ഇഞ്ച് വീതിയിലുള്ള പന്തലിടാൻ നോക്കുമോ? അപ്പൊ കർത്താവ് അളവല്ല നോക്കുന്നത്, എന്താ നോക്കുന്നത്? ഗുണമാ നോക്കുന്നത്. എടാ, നീ ലോകം മുഴുവൻ പന്തലിട്ട് എടുക്കാന്നല്ലോടാ. ആകട്ടെ, മണ്ണെന്ന് ഒഴിച്ച് ഞാൻ തീയൊന്ന് കൊടുക്കട്ടെ, നിൽക്കുമോ ഇല്ലെന്ന് നോക്കട്ടെ. ചീന്നൊരു പടർന്ന് പിടിച്ച് കഴിഞ്ഞു. ദൂതന്മാര് പറയുന്നില്ല, ഇവിടെ അത് അടിച്ചു വാരി ചാമ്പെല്ലാം കൂടെ ഒരു കുട്ടലിട്ട് കൊണ്ടുപോവാ. നിന്റെ പണി. വേറൊരുത്തിന്റെ പണി നോക്കിയപ്പോ എവിടെ പണി? ആകെ പോലെ 4-5 പണിയുണ്ട്. ഞാനോ ചെയ്ത് പണി. ആകട്ടെ, പെട്രോൾ ഒഴിച്ച് തീ കൊടുത്ത് നോക്കട്ടെ. എല്ലാം കഴിഞ്ഞപ്പോ ആ പണി അവിടെയാണ്. നിനക്ക് പോയിച്ച് ലഭിക്കും. ഈ പണിത ആളെ പണിക്ക് കീഴെ നിർത്തിക്കൊണ്ടാണ് ഈ തീ കൊടുക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് തീയിൽ കൂടെ എന്തുകൊണ്ടോ അവൻ രക്ഷപ്പെടുന്നത്. ചാരം വാരുമ്പോ ഈ പാറ്റിയെ കൂടെ വാരും, തൊലിയൊന്നും കാണത്തില്ല. കർത്താവ് പറഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് ചാവില്ല, അവന്റെ ആത്മാവ് രക്ഷിക്കപ്പെടും, പക്ഷേ തീ കൂടെ എന്നുണ്ടോ? ഈ സ്വർണം കൊണ്ടുള്ള പണിയുടെ കീഴിൽ ഇവനെ നിർത്തി പെട്രോൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അവനൊന്നും പറ്റാൻ പോകുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമെല്ലാം കൊടുത്തല്ലേ. എല്ലാ വിശ്വാസികളെയും ബാധിക്കുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞ പണിക്കാരെയാണ്, സുവിശേഷകന്മാരെയും മിഷണറിമാരെയും മൂപ്പന്മാരെയും ഡീക്കന്മാരെയും ഒക്കെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു ന്യായത്തിൽ ആ ദിവസം അതിനെ വെളിപ്പെടുത്തുമെന്നറിഞ്ഞ് ഈ ദിവസത്തെ പണിയിൽ വളരെ ശ്രദ്ധിക്കണം. ഈ ദിവസത്തെ പണിയിൽ വളരെ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ദിവസം അതിനെ വെളിവാക്കുമ്പോൾ ഭയങ്കര കഷ്ടവും നഷ്ടവും ഉണ്ടാകും. തീയിൽ കൂടെ ഒരാളെ രക്ഷപ്രാപിച്ചാൽ, തീപ്പൊള്ളലേറ്റ ആളുകളെ, പെരുക്ക് തീ പിടിച്ചിട്ട് തീപ്പൊള്ളലേറ്റ ആളുകളെ മെഡിക്കൽ കോളേജിൽ പോയി കണ്ടറിയാം. 1st ഡിഗ്രി ബേൺ, 2nd ഡിഗ്രി ബേൺസ്, 3rd ഡിഗ്രി ബേൺസ് എന്നൊക്കെ പറയും. വാഴയിലേക്ക് വെട്ടി തുണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടത്തിയേക്കും. ദേഹത്ത് ഒറ്റ തൊലി പോലും ഇല്ല, മാംസം മാത്രം വന്ന് ഇങ്ങനെ കിടക്കും. ജീവനുണ്ട്. എന്ത് കഷ്ടമാണ്. അപ്പൊ അവനെ പറയും, രക്ഷപ്പെട്ടല്ലേ, രക്ഷയ്ക്ക് ഭദ്രത ഉണ്ടായിരുന്നല്ലേ, അതുകൊണ്ട് നീ എത്തി അല്ലേ, എന്താ പറയാ, സന്തോഷിക്കാൻ വല്ല വകയുണ്ടോ? രക്ഷയ്ക്ക് ഭദ്രതകളുണ്ടായി എത്തിയത്, അല്ലേ പിന്നെ എത്തിയില്ല, സ്മോക്ക് അടിച്ച് ചത്തുപോയി. അപ്പൊ നമുക്ക് കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണമെന്നാ ഞാൻ പറയും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, ചെയ്തില്ലേ അതൊരു ന്യായവിധിയാണ്. നീ ചെയ്യേണ്ട കാര്യം എന്തുകൊണ്ട് ചെയ്തില്ലെന്നുള്ളത്. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടത് ചെയ്യണം, അല്ലെങ്കിൽ അത് ന്യായവിധിയാണ്. ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണോ നീ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യാനാണോ ഞാൻ നിന്നെ വിളിച്ചത്? അങ്ങോട്ട് തിരിഞ്ഞാൽ ന്യായവിധി, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ന്യായവിധി. പിന്നെ സ്വർണ്ണ കിരീടങ്ങളല്ലേ അവിടെ വെച്ചിരിക്കുന്നത്, ഇത് ശരിയായി വന്നുകൊണ്ട് തലയിൽ വെക്കാൻ. അതുകൊണ്ട് സഹോദരന്മാരെ,
ചില ആളുകൾ വളരെ ന്യായവിധി ഒന്നുമില്ല, അതുകൊണ്ട് ഇപ്പൊ ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ന്യായവിധിയില്ല എന്നുള്ള വാക്യം അവർ പറയുന്നത് ഈ ക്രിസ്തുവിന്റെ സിംഹാസനത്തെ ബേബസിന് മുൻപിലുള്ള ന്യായവിധിയെ കുറിച്ചൊന്നുമില്ല ആ വാക്യം പറയുന്നത്. ആ വാക്യം നിത്യനരകത്തെ കുറിച്ചാണ്. അതുകൊണ്ട് ക്രിസ്തുവിലുള്ളവർക്ക് നിത്യനരകമില്ല എന്നൊരു പ്രശ്നമേ ഉദിക്കുന്നു. പക്ഷെ അന്നേരം ആ ചിലവർ ഞങ്ങൾ നരകത്തിൽ പോയാൽ മതിയായിരുന്നു, അതായിരുന്നു കുറച്ചുകൂടെ, ചിലങ്ങനെ പറയില്ലേ, അങ്ങ് ചത്താ മതിയായിരുന്നു, ഈ ജീവിതം കൊണ്ട് ഇനി മുന്നോട്ട് പോകുന്നതാണ് ഭാരം. ഒരു വലിയ ഭാരമാണ്. അതുകൊണ്ട് ഇപ്പം മിടുക്കന്മാരാകുന്ന ചില ആളുകളൊക്കെ അന്ന് വളരെ വളരെ പരാജയപ്പെടാതിരിക്കട്ടെ എന്നാ ഞാനീ പറയുന്നത്. ഞാനും എന്റെ സ്ഥിതി എന്താന്ന് അറിയില്ല, ശുദ്ധ മനസാക്ഷി ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പൗലോസ് പറഞ്ഞു. പക്ഷെ കർത്താവാണല്ലോ അത് നോക്കുന്നത്. കർത്താവ് നോക്കുന്ന നാളിൽ വില കുറഞ്ഞ പണി നീ ചെയ്തു, നീ മരവും പുല്ലും കൊണ്ടാ പണി ചെയ്തല്ലേ, അതിൻ്റെ അകത്ത് വിലയേറിയ സ്വർണവും വെള്ളിയും ഡയമണ്ട്സും ഒന്നും ഇല്ലല്ലോ. ചാരത്തിന്റെ അകത്ത് ചിലതെങ്കിലും വാരിയെടുക്കാൻ കഴിയുമ്പോൾ അങ്ങനെ സമ്മിശ്ര പണി ചെയ്യുന്നവരുണ്ട്. അവർക്ക് പിന്നെ കുറച്ചെങ്കിലും ചാരം അരിച്ചെടുക്കുമ്പോൾ കുറച്ചെങ്കിലും ചാരം മാത്രം കൊണ്ട് കൊണ്ടത് പണി ചെയ്യുന്നവരെ അവർക്ക് എന്നെ കിട്ടാൻ ഒന്നും കിട്ടാൻ. ഞാൻ വേറെ വേദഭാഗത്തേക്ക് പോട്ടെ. ഇബ്രാഹിം ലേഖനം 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഇപ്പൊ ഇവിടെ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്ന സംബന്ധിച്ചാണ്. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നത് സംബന്ധിച്ച് എന്താ അവിടെ പറഞ്ഞത്? അവരെ കുറിച്ച് എബ്രായ ലേഖനം എഴുതിയ ആൾ പറയാണ്, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാരും, അത് പാസ്റ്റ്, ശുശ്രൂഷിക്കുന്നതിനാരും അത് പ്രസന്റ്, തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയും. ഈ ദൈവത്തോട് സ്നേഹം കാണിക്കുന്ന എങ്ങനെയാ? രാവിലെ എഴുന്നേറ്റ് ദൈവമേ നീ നല്ലവനാകുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് വലിയ സ്നേഹം, അങ്ങോട്ട് ഭയങ്കര സ്നേഹം, എന്നെ എന്തോ ഒരു സ്നേഹിച്ചു, എന്നെ ക്രൂശിൽ രക്ഷിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു. അത് സ്നേഹമില്ലാത്തതിനും പാടാണ്. ഇന്നിപ്പോ തെരഞ്ഞെടുത്തതിന്റെ പാട്ടുകളൊക്കെ അങ്ങനെയുള്ള പാട്ടാണ്. എന്നെ രക്ഷിപ്പാൻ ഇത്ര സ്നേഹം, ഒരു പാട്ടൊക്കെ പാടി. അത് പാടിയിട്ടില്ല കർത്താവിനെ സ്നേഹിക്കുന്നവരാവണമെന്നുണ്ടോ? ഒന്നുമില്ല. നമ്മുടെ സ്നേഹം കർത്താവിനോട് കാണിക്കുന്ന വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാരും ശുശ്രൂഷിക്കുന്നതിനാരുമാണ്. അതാണ് നിങ്ങൾ സ്നേഹം കാണുന്നത്. അല്ല നിങ്ങളോട് സ്വാതന്ത്ര്യം എന്നുള്ളതല്ല, അതെന്റെ കടപ്പാടാണ്. അതെന്റെ കടപ്പാടെന്ന് പറയും. കടപ്പാട് നിർവഹിക്കുന്ന സ്നേഹത്തിന്റെ പ്രകടനമല്ല, അത് വെറും ഉത്തരവാദിത്വത്തിന്റെ ഒരു പൂർത്തീകരണമാണ്. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിൽ നിങ്ങൾ എങ്ങനെയാണ് വിശുദ്ധന്മാർ? വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ മിഷണറിമാരും ഉപദേശിമാരും മൂപ്പന്മാരെയും മാത്രമല്ല. വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായിരിക്കുന്ന ഏത് പാവപ്പെട്ട വിശ്വാസിയും പാവപ്പെട്ട വിശ്വാസിയും അവരെ നിങ്ങൾ ശുശ്രൂഷിച്ചു എന്നുള്ളതാണ്. അതാ നിങ്ങൾ അവരെ ശുശ്രൂഷിക്കുന്നുവോ? അവർ വേദനകളിൽ അവരെ ആശ്വസിപ്പിക്കുന്നുവോ? അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുന്നുവോ? അവരുടെ ബുദ്ധിമുട്ടുകളിൽ ചെയ്യേണ്ടത് ചെയ്യാമെന്ന് ചെയ്യുന്നോ? ശുശ്രൂഷ എന്ന് പറയുന്ന വാക്കുകൊണ്ട് നടക്കുന്നതിനല്ല. അതും അല്ലെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അതല്ല പ്രധാനമായിട്ട് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ശുശ്രൂഷ. കർത്താവ് ന്യായവിധിയിൽ ഇടത്തുള്ളവർ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് വിശന്നു തന്നില്ല, അല്ലേ, എന്നെ ധരിപ്പിച്ചില്ല, എന്നെ കുടിപ്പിച്ചില്ല, എന്നെ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ സുവിശേഷം പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ല. നിങ്ങൾ വചനം പ്രസംഗിച്ചില്ല, വചനം സംസാരിച്ചില്ല, നിങ്ങളുടെ എക്സസൈസ് ശരിയായിരുന്നില്ല, നിങ്ങള് സൂക്ഷിക്കുന്ന ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ എനിക്ക് തന്നില്ല. അപ്പൊ അവർ ചോദിച്ചു എവിടെ? ഈ പാവപ്പെട്ടവന് കൊടുക്കാൻ ചെന്നു, ഈ പാവപ്പെട്ടവന് കൊടുക്കാൻ ചെന്നു. അത് വലിയ വിഷയമാകട്ടോ, അത് വലിയ വിഷയമാണ് സഹോദരന്മാരെ. ന്യായവിധി ദിവസത്തില് വിധിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് നിങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിൽ എന്ത് ചെയ്തു. നമ്മളെ ആരെങ്കിലും വിളിച്ചാൽ അവരുടെ വീട്ടിൽ ചെന്ന് ഊണ് കഴിച്ചിട്ട് വന്ന് ശുശ്രൂഷയാണോ? അക്കാര്യം ചിലർ വളരെ വിശ്വസ്തരാണ്. ആരും വിളിച്ചാൽ ചെന്ന് ആരും കഴിച്ചു അല്ലേ, ചിലർ പോവില്ല. എനിക്കൊരു ചോറ് വേണ്ട, അങ്ങനെ ഒരു കൂട്ടാണ്. അത് വേറെ പ്രശ്നമായി. ഇത് പ്രശ്നമാണ്. നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്തു? പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞൊരു വാക്യമുണ്ട്, എന്നെ ഭയങ്കരമായി ആശ്വസിപ്പിക്കുന്ന ഒരു വാക്യമാണ്. ഞാൻ ഈ വാക്യത്തെ എൻ്റെ ഒരു ആശ്വാസവാക്യമായിട്ട് ഞാനിങ്ങനെ എടുത്തു വെച്ചായിരിക്കുന്നത്. ആരെങ്കിലും ഒന്ന് വായിച്ച് 2 തിമോത്തിയോസ് 1:15 മുതൽ 18 വരെ. അവിടെ ഒനേസിഫോറോസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ കുടുംബത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ആദ്യം കുറച്ച് ആളുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ആസ്യക്കാരെല്ലാവരും എന്നെ വിട്ടുപൊക്കളഞ്ഞു. എന്നിട്ട് പറയാണ്, അതിൽ 2 വീരന്മാരെ പ്രത്യേകം, ഫുഗലോസ് എന്നും ഹെർമോഗനോസ് എന്നും. പിന്നെ ഒരാളെ കുറിച്ച് പറയുന്നു, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോറോസിന്റെ കുടുംബം. അങ്ങനെ ഒരു കുടുംബം അവിടെ ഉണ്ടായിരുന്നു. വേദനയിൽ പൗലോസ് ജയിലിൽ കിടന്നപ്പോഴും മറ്റേ സാമ്പത്തിക ഭാരം ഉണ്ടായപ്പോഴും
കല്ലേറ് കൊണ്ട് വീട്ടിൽ വന്ന് കിടക്കുമ്പോഴും തന്നെ തണുപ്പിച്ച ചില ചൂടാക്കുന്ന മിടുക്കന്മാരെ ആളുകളുണ്ട്. ഓരോന്ന് പറഞ്ഞവരെ ചൂടാക്കും. ഒനേസിഫോറസ് അങ്ങനെയല്ല, അവരോരോന്ന് പറഞ്ഞവരെ തണുപ്പിക്കും. അങ്ങനെ കാര്യങ്ങൾ ചെയ്യും. അത് ഈ മറ്റുള്ളവരെ ശുശ്രൂഷിച്ച. പക്ഷെ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ആ ദിവസത്തിൽ ദൈവം അവനോട് കരുണ കാണിക്കുന്നത്. ഏത് ദിവസമാണ്? നമ്മൾ ഈ പറഞ്ഞു വരുന്ന ന്യായ ദിവസത്തിൽ ഒനേസിഫോറസിനെയും കുടുംബത്തെയും മുന്നേ വിളിച്ചു നിർത്തിയിട്ട് അവർക്കെതിരെയുള്ള ചാർജുകൾ ഇങ്ങനെ പറയും. പല കാര്യങ്ങളും കാണുമല്ലോ ജീവിതത്തിൽ പരാജയം. എന്നിട്ട് അടുത്ത ഓളം ഇങ്ങനെ നോക്കി വരുമ്പോ, ഓ പൗലോസിനെ നീ വളരെ തണുപ്പിച്ചല്ലേ, നീ വളരെ എഫെസോസിനെ നീ പോയി കണ്ടു, അവിടെ ബുദ്ധിമുട്ട് തീർത്തു അല്ലേ, നീ വിശുദ്ധന്മാരെ അങ്ങനെ ചെയ്തു അല്ലേ. അപ്പൊ കർത്താവ് പറഞ്ഞ ഈ കോളത്തിലെ മുഴുവനും റെഡ് കൊണ്ട് വെട്ടിയേക്കാം. ഇതിന്റെ അടിസ്ഥാനം കരുണ കാണിച്ചു. ഒനേസിഫോറസേ, നീ പൗലോസിനും കൂടെ കാണിച്ചിട്ടുള്ളതായിരിക്കുന്നതിന്റെ ഔദാര്യവും സ്നേഹവും നിമിത്തം നീ ചെയ്ത മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ. നമ്മുടെ വല്ലതും വെട്ടാൻ കാണുമോ? ജീവിതത്തിൽ തെറ്റില്ലാത്തവരല്ലല്ലോ, എന്തെല്ലാം തെറ്റുകൾ നമ്മുടെ ഉണ്ട്. കർത്താവ് ഓരോ തെറ്റിങ്ങൾ വായിച്ചു നമ്മൾ കരുണ കാണിക്കണേ കർത്താവ്, അയ്യോ കർത്താവെ കരുണ കാണിക്കണേ, തെറ്റിപ്പോയി. കർത്താവ് നോക്കട്ടെ, ലിസ്റ്റ് നോക്കട്ടെ. കരുണ കാണിക്കാൻ യാതൊരു വഴിയും ഞാൻ കാണുന്നില്ലല്ലോ, ഒരു വഴിയും കാണുന്നില്ല. അവൻ ബുദ്ധിമുട്ടിയിരുന്നപ്പോൾ അവനെ സഹായിച്ചായിട്ടില്ല, അവൻ രോഗത്തിൽ അവനെ സഹായിച്ചായിട്ട് കാണുന്നില്ല, വേദനിച്ചപ്പോൾ അവനെ ആശ്വസിപ്പിച്ചതായിട്ട് കാണിക്കുന്നില്ല, ജയിലിൽ കിടന്ന് പോയി കണ്ടതായിട്ട് ഒന്നും. നീ നിന്റെ കാര്യം നോക്കി നീ ജീവിച്ചു. ഇതൊരു യാഥാർത്ഥ്യമാണ്, ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. ബൈബിൾ അത് പറയുന്നുണ്ട്. ചില ആളുകൾ പലർക്കും കൊടുക്കുന്നവരുണ്ട്, കർത്താവ് മാനിക്കുന്നവർ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്ന എവിടെയും നല്ലതാ, കർത്താവ് ഒരിക്കലും മറന്നുകളെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇവിടെ പൗലോസിന് ചെയ്തതല്ല ഇവിടെ പരിഗണിക്കപ്പെടുന്നത്. ഇവിടെ പൗലോസിന് ചെയ്യുന്ന പരിഗണിക്കും. കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരുപാട് ദൈവദാസന്മാരുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ കൂടിപ്പോ പറയായിരുന്നു, ഒരു ശരാശരി വേലക്കാരന് ഒരു 6 രൂപ 7 രൂപ ഒരു മാസം കിട്ടും. അവൻ അതുകൊണ്ട് എങ്ങനെ ജീവിക്കുന്നു? 3 മക്കളെയും വളർത്തി വാടകയും കൊടുത്ത് എങ്ങനെ ജീവിക്കുന്നു? ഇപ്പൊ പല വേലക്കാരും പണിക്ക് പോവാ, ഇപ്പോഴും കൂലിപ്പണിക്കും ആശാരിപ്പണിക്കും. ഇപ്പൊ ഞാൻ സഹോദരൻ പറഞ്ഞു, എന്റെ സഹോദരൻ നിങ്ങളൊക്കെ എന്ത് സുഖമായിട്ടാണ് ജീവിക്കുന്നത്? നിങ്ങൾക്ക് എത്ര ഇൻകം ഉണ്ട്? നിങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളെ ദൈവം അനുഭവിക്കുന്നതിൽ എന്തെങ്കിലും ഒരു നന്മ, ഇവരെ സഹായിക്കാൻ ഒരു മിഷൻ ഫണ്ടൊക്കെ ഉണ്ട്. അതുപോലെ മിഷൻ ഫണ്ടി വരുന്ന കാശ് വീതിച്ചാൽ 3 മാസം കൂടുമ്പോൾ ഞങ്ങൾ വീതിച്ച ഒരു 3000 രൂപ ഒരു മിഷനിക്ക് ഒരു വയലക്കാരന് 3 മാസം 1000 രൂപ ഒരു മാസം ഇപ്പോൾ ജീവിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ അന്ന് വരും. നീ തിന്നാനെത്ര, കുടിക്കാനെത്ര, ധരിക്കാനെത്ര, പോകാനെത്ര, വരാനെത്ര, ദാസന്മാരൊക്കെ ഇങ്ങനെയാ കിടന്നത്. ഇതൊക്കെ വരും സഹോദരന്മാരെ. ഇപ്പൊ ന്യായവിധിയില്ല, ദിവസം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ദിവസത്തിന് മുമ്പേ ഒന്നും ചെയ്ത് വിധിക്കരുതല്ലേ പറഞ്ഞത്. ആ ദിവസത്തിന് മുമ്പ് വിധിക്കേണ്ട, അന്ന് കർത്താവ് കൈകാര്യം ചെയ്തു. നിത്യത മുഴുവൻ നീണ്ടു നിൽക്കുന്ന കൈകാര്യത. അപ്പോ ഞാൻ പലപ്പോഴും ഈ വാക്യം എനിക്ക് പലപ്പോഴുമാണ് പോകുക. അവസരം കിട്ടുമ്പോഴൊക്കെ ആളുകളെ സഹായിച്ചാൽ എന്റെ കുറവുകൾ ഉണ്ടെങ്കിൽ കർത്താവ് ഒരു പക്ഷെ എഴുതി തള്ളണേ കർത്താവേ എന്ന് ഞാൻ പറയും. പക്ഷെ എനിക്ക് എഴുതി തള്ളാൻ വല്ലതും കാണിക്കണ്ടേ? കർത്താവ് പറയും, നീ വല്ലതും ചെയ്തിട്ട് വേണ്ടേ എഴുതി തള്ളേ. ശ്രദ്ധിക്കണം, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമാണ്. നമുക്ക് റോമാലേഖനം 13 അധ്യായത്തിലേക്ക് വരാം. ഇവിടെ ഇതുവരെ പറഞ്ഞു നോക്കാം, നമ്മൾ വ്യക്തിപരമായിരിക്കുന്ന ബന്ധങ്ങളെ കുറിച്ചും ശുശ്രൂഷകളെ കുറിച്ചും ഒക്കെ. റോമാലേഖനം 13 അധ്യായത്തിലേക്ക് വരുമ്പോൾ അധികാരികളോടുള്ള നമ്മുടെ പ്രതികരണത്തെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഓടിച്ചു വായിക്കാം. ഇത് അധികാരങ്ങളോടുള്ള നമ്മുടെ പ്രതികരണമാണ്. അതും ന്യായവിധി ദിവസത്തിൽ വിധിക്ക് വിഷയമായി വരുന്നു. പിണറായി വിജയൻ നല്ലവനോ അല്ലയോ എന്നുള്ളതല്ല വിഷയം. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ല. പിണറായി വിജയനെയും അധികാരത്തിൽ വെച്ചിരിക്കുന്ന ആരാ? ടാക്സ് കൊടുക്കുന്നു എന്നുള്ളതാണ്. നികുതി, ചുങ്കം, കരം കൊടുക്കുന്നു, രാജ്യത്തിലെ നിയമങ്ങളെ അനുസരിക്കുന്നു. അതാ വിഷയം. മോഡി നല്ലവനാണെന്നുള്ളതല്ല ഇവിടെ പറഞ്ഞ വിഷയം. ദൈവം മോഡിയാക്കി വെച്ചിരിക്കുന്നെങ്കിൽ ചുങ്കവും നികുതിയും കരവും കൊടുക്കണം, നിയമങ്ങളെ അനുസരിച്ച് മതിയാവും. ദൈവം തന്റെ വാൾ അവന്റെ കൊടുത്തിരിക്കുന്ന തലവെട്ട. അപ്പൊ നിയമങ്ങളോടും നിയമാധികാരികളോടും നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നത് ന്യായവിധിയുടെ വലിയൊരു വിഷയമാണ്. ഞാൻ പറയും, ഇപ്പോ ചെറിയ വിഷയങ്ങളാണെങ്കിലും 80 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കേണ്ടടുത്ത് 100 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചാൽ നമ്മൾ ചെയ്യുന്നത് എന്താ? തത്വത്തിൽ ചെയ്യുന്നത് എന്താ? നിയമത്തെ ലംഘിക്കുകയല്ലേ. ഏത് പിണറായി, ഏത് മന്ത്രി, ആരുടെ നിയമം? സ്പീഡ് ലിമിറ്റ് അവനാ നിശ്ചയിക്കുന്നത്, ഞാൻ നിശ്ചയിക്കുന്നത്. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച വണ്ടി ഏത് സ്പീഡിലാണ് ഓടിക്കുന്നത്? ഞാനല്ലേ.
ടിക്കറ്റ് അടിക്കുമോ ഇല്ലെന്നുള്ളതല്ല, അവിടെ ചെല്ലുമ്പോഴത്തെ അടിയാവാ സഹിക്കാൻ. ഇവിടെ നമുക്ക് ഇങ്ങനെ അത് സാധനം കാണുന്നിടത്തൊന്ന് ബ്രേക്ക് ചവിട്ടി നിർത്തി ഞാൻ കടന്നു പോകും. അതുപോലെ ഭയങ്കര സ്പീഡിൽ പോയിട്ട് അവിടെ വരുമ്പോൾ അതൊക്കെ നമ്മൾ പെടുത്തില്ല. പക്ഷെ അവിടെ എന്തോ ചെയ്യും, അവിടെ കാര്യമായിട്ട് നിർത്താൻ പോകും, അവിടെ കാര്യമായിട്ട് നിർത്താൻ നോക്കുകയില്ല. അപ്പൊ ഇത് പറയുന്നത് എന്താണ്? ഏത് അധികാരങ്ങളും ദൈവമാണ്. ഭർത്താവിന്റെ അപ്പന്റെ അധികാരം, അമ്മയുടെ അധികാരം, ഭർത്താവിന്റെ അധികാരം, ടീച്ചേഴ്സിന്റെ അധികാരം, ഭരിക്കുന്നവരുടെ അധികാരം, പോലീസിന്റെ അധികാരം, ഇങ്ങനെയുള്ള എല്ലാ അധികാര വ്യവസ്ഥകളും ദൈവം കൊണ്ടുവരുന്നതാണ്. അപ്പൊ ചിലർ ഭർത്താക്കന്മാർ പറഞ്ഞാൽ കേൾക്കുകയില്ല. അതവരുടെ ഒരു ഇതാണ്. ഞാൻ അങ്ങനെ ഒരുത്തിന്റെയും വാലാട്ടി ഒന്നുമല്ല. ആ സാറാ യജമാൻ എന്ന് വിളിച്ചെങ്കിൽ ഞാൻ യജമാൻ എന്ന് വിളിക്കാം. അതിന് സാറായി കിട്ടും, എന്നെ കിട്ടൂല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതിങ്ങനെ പറയൊന്നുമില്ല, കാരണം ആത്മീയരായോണ്ട് വളരെ സൗമ്യമായിട്ടൊക്കെ പറയും. എല്ലാം വെളിപ്പെടാൻ പോവാ. മാതാപിതാക്കളെ സ്നേഹിക്കാത്തവരും കരുതാത്തവരും ഉണ്ട്. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, അവർക്ക് നന്മ ചെയ്യുക. സ്വന്തം വീട്ടിൽ എത്ര നന്മ ആരംഭിക്കേണ്ടത്. ഇങ്ങനെ ഒരുപാട് വാക്യങ്ങളുണ്ട്. അപ്പൊ അമ്മച്ചിയെ എങ്ങനെ നോക്കിയത്, അപ്പച്ചനെ എങ്ങനെ നോക്കിയെന്നുള്ള അവിടെ വരും. എടാ, നിന്റെ അപ്പനൊന്നും അങ്ങനെ കിട്ടും, നീ തിരിഞ്ഞു നോക്കിയോ? നിന്റെ അനിയനല്ലേ, അല്ലെങ്കിൽ സൗകര്യമല്ലേ നോക്കി, നീ എന്തോ ചെയ്തു? അല്ല, എത്ര നേരം ആ മലമൂത്രത്തിൽ കിടന്നു, നീ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? നീ കണ്ടിട്ട് നീ പറന്നു പോയല്ലേ? ഇതൊക്കെ ചോദിക്കുമേ അവിടെ. ഇതൊക്കെ ചോദിക്കും, അധികാരങ്ങളോട് എങ്ങനെയാണ് നമ്മൾ പ്രതികരിച്ചതെന്ന്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വലിയ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളാണ് നമ്മളെ നിർത്തി നമ്മളെ കണ്ടമാനം വിഷമിപ്പിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? കാരണം നമ്മുടെ മനസാക്ഷിയിൽ എന്നും നമുക്ക് കുറ്റബോധമുള്ള കാര്യങ്ങളായിരുന്നു. അത് വേറെ ആരും അറിയുന്നില്ലല്ലോ എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും അങ്ങ് അറിയിച്ചില്ലേ. മറച്ചു വെക്കുന്നത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. അപ്പോസ്തലന്മാരുടെ സ്വഭാവം അങ്ങനെ ആയിരുന്നില്ല. ഒരുത്തിന് അപ്പന്റെ ഭാര്യ വെച്ചുകൊണ്ടിരുന്ന ലോകത്തിലുള്ള ഈ സഭയും അതേക്കുറിച്ച് പ്രസംഗിക്കുന്നു. അറിയിക്കേണ്ട കാര്യമല്ലോ ഉണ്ട്, അവരുടെ പ്രൈവറ്റ് കാര്യമല്ലേ. എഫെസോസിലെ സഭ ആദ്യമേ വിട്ടു കാണിച്ചു, ലോകത്തുള്ള എല്ലാവരും വിളിച്ചറിയിക്കേണ്ട കാര്യമല്ലോ ഉണ്ട്. അത് എഫെസോസിലെ സഭ പ്രൈവറ്റ് കഴിക്കാൻ പോരാണ്. നമ്മൾ നമ്മുടെ അഭിമാനത്തിന് അങ്ങേ അറ്റം കാലത്ത് സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കർത്താവ് അങ്ങനെ അഭിമാനം ഇട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അഭിമാനമുള്ളത് ആർക്കാണ്? അപ്പനെ ബഹുമാനിച്ചവനും അമ്മയെ ബഹുമാനിച്ചവനും അഭിമാനമുള്ളത്. അപ്പനെ ബഹുമാനിക്കാതെ എന്തോ അഭിമാനം നിനക്കുള്ളത്? എന്തോ അഭിമാനമുള്ളത്? ഇതൊക്കെ വലിയ വിഷയമാണ്, ചെറിയ വിഷയമല്ല കേട്ടോ, വലിയ വിഷയങ്ങളാണ്. ന്യായവിധി എന്ന് പറഞ്ഞ ഒരു യാഥാർത്ഥ്യം ദൈവം വെച്ചിട്ടുണ്ട്. ആ ദിവസം നമുക്ക് എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ഇപ്പൊ പറഞ്ഞു വന്ന അധികാരത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഒരു പ്രത്യേക അധികാരത്തെ കുറിച്ചാണ് പറയുന്നതേ ഉള്ളൂ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ആർക്ക് കണക്ക് ബോധിപ്പിക്കും? നിങ്ങളെ നടത്തുന്നവരെ. മൂപ്പന്മാരും ഡീക്കന്മാരും മിഷണറിമാരും സുവിശേഷകന്മാരും സഭയുടെ മറ്റ് ശുശ്രൂഷ ചെയ്യുന്നവരും, അതായത് മറ്റുള്ളവരെ നടത്തുവാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ കീഴടങ്ങിയിരിക്കണം. അവർ തെറ്റാന്നേരം കീഴടങ്ങിയിരിക്കണം. കാരണം അവർ കണക്ക് കൊടുക്കേണ്ടത്. കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നീ മൂപ്പനായിട്ട് ഇങ്ങനെ ഒരു കാര്യം വിശ്വാസികൾ പറഞ്ഞവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാമായിരുന്നു, ഇങ്ങനെയാണ് മൂപ്പൻ പണി നടത്തുന്നത് അവരുടെ ചോദിക്കും. നീ എപ്പുറത്ത് ചോദിക്കും, നീ മൂപ്പനെ നീ ചോദ്യം ചെയ്തല്ലോ, നിങ്ങളുടെ ആദ്യ വിശ്വാസികൾ കൂടി അവർക്ക് പരിപാടികൾ നടത്തിയില്ലേ, ഓരോ കാര്യങ്ങൾ പറഞ്ഞില്ലേ? അത് അവർ തെറ്റാത്ത ഞാനാ നിശ്ചയിക്കുന്ന പറയും. അവരെനിക്കല്ലേ കണക്ക് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ചിരിക്കാനാ പറയും. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ചിരിക്കുക. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ഞാൻ നിർത്താം. അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുന്നു. പിന്നെ പറയുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. 17-ാമത്തെ വാക്യം, മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിയും. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തി, മേളിൽ പറഞ്ഞിട്ടുണ്ട് പ്രവൃത്തി എന്തൊക്കെയാണെന്ന്. അനുസരണമുള്ള മക്കളായിട്ടാണോ ജീവിച്ചത്? സഭയുടെ നേതൃത്വത്തെ അനുസരിക്കണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്. അവർ നല്ലവരാണോ തീയരാണോ എന്നുള്ളതല്ല, അവർ കണക്ക് കൊടുക്കേണ്ടതാണ്. അവർ ചെയ്യുന്ന ഓരോ കാര്യത്തിനും, അവർ പ്രസംഗിച്ച പ്രസംഗത്തിനും, അവർ കൊടുത്ത ആലോചനയ്ക്കും കൗൺസിലിങ്ങിനും, അവരെ തെറ്റിദ്ധരുത്തിയതിനും തിരുത്താത്തതിനും എല്ലാം കണക്ക് കൊടുക്കണം. ശരിക്കാ ചെയ്തെങ്കിൽ ഗുഡ് എൻട്രി വരും, അല്ലെങ്കിൽ അതിന് തക്കത് കിട്ടും. അപ്പൊ ഇതൊക്കെ വലിയ വിഷയങ്ങൾ, ചെറിയ വിഷയങ്ങളല്ല കേട്ടോ. മുഖപക്ഷം കൂടാതെയാണ്. എനിക്ക് വേണ്ടി ഒത്തിരി ഓടിയവനല്ലേ, അതുകൊണ്ട് അവന്റെ തെറ്റങ്ങ് ക്ഷമിച്ചേക്കാം. അങ്ങനെയൊന്നുമില്ല. തെറ്റെപ്പോഴും തെറ്റാ, ശരിയാ ശരി, തെറ്റ്. ഇന്നത്തെ ലോക സംഭവങ്ങൾ നമ്മളെ ഒന്നും ഓർപ്പിച്ചില്ലെങ്കിലും ഓർപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു, എന്റെ ന്യായവിധി അടുത്തിരിക്കുന്നു.
ഞാൻ കണക്ക് കൊടുക്കാനുള്ള ദിവസം അടുത്തു വരികയാണ്. എൻ്റെ കണക്ക് ബുക്ക് എല്ലാം ശരിയാണ്, എൻട്രീസ് ഒക്കെ ശരിയാണ്. എൻ്റെ ബന്ധങ്ങളെ ന്യായവിധിക്കാൻ പോകുക, എൻ്റെ ബന്ധങ്ങളൊക്കെ ശരിയായിരുന്നു, എൻ്റെ വാക്കുകളൊക്കെ ശരിയായിരുന്നു, എൻ്റെ കൊടുക്കുവാങ്ങലുകൾ ശരിയായിരുന്നു. ഇതെല്ലാം വരും കേട്ടോ. അതൊരു കഷ്ട ദിവസമാണ്, പലർക്കും കഷ്ട ദിവസമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകാൻ നോക്കുകയില്ല, പിടിക്കപ്പെട്ടവരായിട്ട് അവിടെ നിന്ന് കണക്ക് കൊടുക്കേണ്ട ദിവസം വരും. ഉള്ള എൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ, കർത്താവേ, നിന്റെ വരവിൻ സഭയിൽ വിധിക്കപ്പെടുന്ന ആളുകളുടെ സ്ഥിതി എന്താവും? എന്തിനാ ഇവിടെ മീറ്റിങ്ങിനകത്ത് വന്നിരുന്ന് എന്താ നിങ്ങൾ ചെയ്യുന്ന? വേറെ കാര്യങ്ങൾ ചിന്തിക്കുകയാണോ? പ്രസംഗം കേൾക്കുകയാണോ? ആരാധനയിൽ പങ്കെടുക്കുകയാണോ? സഭയോട് നിങ്ങൾ വിശ്വസ്ത പുലർത്തിയോ? സഭാംഗം എന്ന നിലയിൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വിശ്വസ്തരായി പങ്കാളിത്തം ഉണ്ടായിരുന്നോ? എന്തെല്ലാം കാര്യങ്ങളാണ് വിസ്താര ദിവസത്തിൽ വരുന്നറിയാം. അപ്പൊ ഇതോർത്ത് ഭയപ്പെടും, ഇതോർത്ത് ഭയമുണ്ട്, വാസ്തവത്തിൽ സത്യമായി ഭയമുണ്ട്. കാരണം ആ ദിവസം വല്ലാത്ത ദിവസം. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, കർത്താവിന്റെ വരവടുത്തിരിക്കുന്നു. ലോക സംഭവങ്ങൾ നാം കാണുന്നു, വളരെ ചൂടേറിയ സംഭവങ്ങളാണ് നടക്കുന്നത്. അതിന്റെ വെളിച്ചത്തിൽ നമ്മുടെ കർത്താവിന്റെ വരവടുത്തിരിക്കുന്നു എന്നെങ്കിലും നാം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് തെറ്റുകളെ തിരുത്തി നാം ജീവിക്കുന്നില്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും, വലിയ പ്രയാസമുണ്ടാകും. കർത്താവിന്റെ മുന്നിൽ നമുക്ക് ലജ്ജിപ്പാനിടയാകും, ദൂതന്മാരുടെയും ദൈവമക്കളുടെയും സംഘത്തിൽ ലജ്ജിപ്പാനിടയാകും എന്ന് മാത്രമല്ല, നിത്യത മുഴുവനും നഷ്ടഭാരം പേറിക്കൊണ്ട് ജീവിക്കേണ്ടതായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.